ഇടവേള വേണം. അതിനു മുമ്പ് പി ജയരാജൻ അങ്ങയിലേക്ക് കൂടി നിങ്ങൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യഥാർത്ഥത്തിൽ ഈ സമസ്ത വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു? നേരത്തെ സജീവൻ ചൂണ്ടിക്കാണിച്ച പോലെ 2016-ലും 2021-ലും ഒക്കെ തന്നെയും ഈ ന്യൂനപക്ഷ വോട്ടുകളാണ് LDFനെ ജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ 2019-ലല്ല. അപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു വിഷയം തുടർച്ചയായി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടോ പി ജയരാജൻ? അതായത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലവും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്ത പാറ്റേണുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 2004-ൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു അനുഭവം ഉണ്ടായി. നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഒരു നേരിയ സെക്ഷൻ ലോക്സഭയിലേക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു അനുഭവമാണ് പൊതുവിൽ തുടർന്നു വന്നിരുന്നതെങ്കിൽ 2019-ലെ തെരഞ്ഞെടുപ്പിൽ ആ വിഭാഗം UDFനാണ് വോട്ട് ചെയ്തത്. കാരണം തെറ്റായിട്ടുള്ളൊരു ധാരണ ചിലരുടെ മനസ്സിൽ കട്ട പിടിച്ച് നിന്നു. അതായത് മോദിയെ മാറ്റാൻ രാഹുൽ ശക്തനാണ് എന്നൊരു തെറ്റായ സന്ദേശം. അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആളുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞല്ലോ. കോൺഗ്രസ്സിന് അഖിലേന്ത്യാ തലത്തിൽ ഒറ്റക്ക് BJPയെ തോൽപ്പിക്കാനാവില്ല എന്ന കൃത്യമായിട്ടുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. രണ്ടാമത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നിലപാടുകൾ പ്രധാനമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വന്നു. എന്താ നിലപാട്? ജനാധിപത്യവും മതനിരപേക്ഷതയും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള RSSൻ്റെ നീക്കമാണ്. അതിൽ വളരെ പ്രധാനമാണല്ലോ പൗരത്വ ഭേദഗതി നിയമം. അതുപോലെ തന്നെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് രാജ്യദ്രോഹികളെന്ന മുദ്രയടിച്ച് ജയിലിലടക്കപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ടും ആ കരിനിയമങ്ങൾ റദ്ദാക്കും എന്ന് പറയുന്നത് ആരാണ്? ഇടതുപക്ഷം. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മിണ്ടുന്നില്ല, മൗനമാണ്, നിലപാടില്ല അവർക്ക്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത താങ്കളടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കിയപ്പോൾ അത് റദ്ദാക്കും എന്നുണ്ടായിരുന്നെങ്കിൽ നേതൃത്വം ആലോചിച്ച് അത് ഒഴിവാക്കി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. BJP പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും എന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. കോൺഗ്രസ് അക്കാര്യത്തിൽ മൗനം. കരിനിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP ശക്തമായ നടപടിയെടുക്കുമെന്ന് പറയുന്നു. കോൺഗ്രസ് അക്കാര്യത്തിൽ മൗനം. ഇവിടെ ഇടതുപക്ഷം ഇതിലൊക്കെ ദൃഢമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കരിനിയമങ്ങൾ റദ്ദാക്കും. മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് CPMൻ്റെയും CPIയുടെയും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിലപാടാണ് പ്രധാനം. ആ നിലപാട് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള നിലപാടാണ്. ആ നിലപാടിനൊപ്പം നിൽക്കുന്ന എല്ലാവരെയും യോജിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളിൽ സ്വാഭാവികമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ടാവും. അതോടൊപ്പം ഹിന്ദു വിഭാഗത്തിനിടയ്ക്ക് ഈ BJPയോട് ചില ആഭിമുഖ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ആഭിമുഖ്യം എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് ഹിന്ദു ഐക്യം വേണം. പക്ഷേ അവർ കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ട് ജനാധിപത്യ വ്യവസ്ഥയെ പണാധിപത്യമാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് സുപ്രീം കോടതിയിലെ ഇലക്ട്രൽ ബോണ്ട് കേസോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ BJPക്കും ആ ഉണ്ടായിരുന്ന ആ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഹിന്ദു വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള വിഭാഗങ്ങളുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും എന്ന് തന്നെയാണ്.